ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസ എങ്ങനെ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി വന്നതല്ലേ? അതിനു മുൻപ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയില് നമ്മൾ അതിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ്. പൈസ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാണ്, ആളുകൾ സ്ക്രീൻഷോട്ട് ഒക്കെ കാണിച്ച് പറ്റിക്കുന്ന മാതിരി ലക്ഷങ്ങൾ കിട്ടി അല്ലെങ്കിൽ 10,000 കിട്ടി എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. നിങ്ങൾക്കൊരു പോക്കറ്റ് മണി അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അതിനകത്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരിക്കലും ഇനിഷ്യലി ഈ പറഞ്ഞ പോലെ 1,00,000 അല്ലെങ്കിൽ 50,000 ഒന്നും കിട്ടാൻ പോകുന്നില്ലാതെ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്ക. എന്നിട്ട് ബാക്കി കണ്ടോളൂ കേട്ടോ. കാരണം ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടി വന്നിട്ട് അവസാനം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ? നമുക്ക് കിട്ടുന്ന എമൗണ്ട് വളരെ ചെറുതാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് നമ്മൾ ഡൗൺ ആയി പോകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ സത്യാവസ്ഥ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പലരും പറയില്ല, എനിക്ക് എന്തായാലും പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോ ഇൻസ്റ്റഗ്രാം ത്രൂ നമുക്ക് പല രീതിയിലും പൈസ ഉണ്ടാക്കാം. ഒന്ന്, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പെയ്ഡ് കൊളാബറേഷൻ ആണ്. ആരെങ്കിലും നമുക്ക് പേ ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റ് തന്നു, നമ്മൾ അതിനെ എന്താ പറയുന്നത്, മാർക്കറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ അത് യൂസ് ചെയ്തതാണ്, നല്ല പ്രൊഡക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കൊടുക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ സ്ഥലത്ത് പോയിട്ട് അവരുടെ ആ ഒരു ഏരിയനെ, ഇപ്പൊ ഒരു റിസോർട്ട് ഒക്കെ ആണെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്ത് കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ അതിന്റെ പൈസ വാങ്ങിക്കുന്നു. പല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അതാണ് പെയ്ഡ് കൊളാബറേഷൻ. ആ ഒരു കാറ്റഗറി അല്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കിട്ടിയാ കിട്ടി, ഇല്ല എന്നുള്ള ഒരു മേഖല ആയതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് പറയുന്നില്ല. നമ്മുടെ ഇന്നത്തെ മെയിൻ എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലെ ഈ ഒരു പ്രൊഡക്റ്റ് ഇതാണ്, അത് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇപ്പം എന്താണെങ്കിലും ഇപ്പൊ ഞാനും ഇപ്പോൾ ചെയ്യാറുണ്ട്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളോട് പറയണല്ലോ, അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നില്ല. എല്ലാരും പറയുന്ന പോലെ ഇപ്പൊ ഒരു സൺസ്ക്രീൻ ആണെന്ന് വിചാരിക്കുക, സൺസ്ക്രീൻ എടുത്തു. എന്റെ ഇൻസ്റ്റാഗ്രാമിലല്ല, ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സൺസ്ക്രീൻ ഇട്ടു. അപ്പൊ ഞാൻ ആക്ച്വലി ഓട്ടോ DM ചെയ്തിട്ടില്ല. അതായത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയും. അത് ചെയ്യാതെയാണ് ഞാൻ എന്ത് ചെയ്തത്, ആ ലിങ്ക് ഞാൻ ഓരോരുത്തർക്കും ഇരുന്നിരുന്ന് ലിങ്ക് കോപ്പി ചെയ്ത് അങ്ങനെയാണ് കൊടുത്തോണ്ടിരുന്നത്. അതിന് നമുക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ ബെനിഫിറ്റും ഇല്ല. അതിനെ തന്നെ നമുക്ക് ബെനിഫിഷ്യൽ ആക്കാം. എങ്ങനെ? നമ്മളൊരു അഫിലിയേറ്റഡ് പ്രോഗ്രാമില് അംഗമാണെന്നുണ്ടെങ്കിൽ, അതായത് മീഷോ, നൈക്ക പോലുള്ള, മിന്ത്ര പോലുള്ള ആപ്പുകൾ ഉണ്ടല്ലോ, ഈ ആപ്പുകളെല്ലാം അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ത്രൂ നമുക്ക് ഇൻസ്റ്റാഗ്രാമില് ഓട്ടോ DM എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന്റെ ഒരു ലിങ്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് കൊള്ളാം, നിങ്ങളുടെ ഫേസ് നല്ല ഗ്ലോ ആയി, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ ഗ്ലോ എന്ന് കമന്റ് ചെയ്യുമെന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോ ഇത് സംഭവം എന്താന്ന് ചോദിച്ചാൽ പക്ക ഓട്ടോ DM എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഓട്ടോ DM എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ്. നൈക്കയിലുണ്ട്, മീഷോയിൽ അവൈലബിൾ ആണ്, മിന്ത്രയിലൊക്കെ അവൈലബിൾ ആണ്. ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ ഒന്നും തന്നെ ഇത് അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും മീഷോയുടെയും അതുപോലെ നൈക്കയുടെയും പ്രൊഡക്റ്റുകൾ നിങ്ങളിലേക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ത്രൂ സെല്ല് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ ഞാനും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ജെനുവിനിറ്റി കാണിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഷെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നമ്മുടെ ജെനുവിനിറ്റി കുറച്ചും കൂടി നന്നായിട്ട് നിൽക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഷെയർ ചെയ്തു, അവരത് വാങ്ങിച്ചു, നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അവരെന്ത് ചോദിച്ചാലും പറയാൻ അറിയത്തില്ലെങ്കിൽ നമ്മളങ്ങ് ഒന്നും അല്ലാണ്ടാകും. ഗ്രാജുവലി നമ്മുടെ ഈ പരിപാടി നമുക്ക് വെറുക്കും, നമ്മൾ ഇട്ടിട്ട് പോകും. നമുക്ക് അറിയാവുന്ന ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണെങ്കിൽ എനിക്ക് വളരെ ഈസി ആയിട്ട് പറ്റും. നിങ്ങൾക്ക് അറിയാം, എന്റെ യൂട്യൂബിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഉള്ള ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ എങ്ങനെയാണ് റിവ്യൂ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു, നിങ്ങൾ എന്ത് ചോദിച്ചാലും പറയാനുള്ള ഒരു കേപ്പബിലിറ്റി എനിക്കുണ്ട്. ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും. അല്ലാതെ എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു സാധനത്തെ കുറിച്ച് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? അപ്പൊ നിങ്ങളും അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി നിങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നിന്ന് എത്ര ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നൈക്കയുടെ ഞാൻ ആദ്യം പറയാം. നൈക്ക അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോ നൈക്കയുടെ അതിന്റെ ഒരു ഒഫീഷ്യൽ പേജ് വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് നിങ്ങൾ അത് ലോഗിൻ ചെയ്യണം. ഇമെയിൽ ID വെച്ചിട്ട് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഒക്കെ കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക. ഇതെല്ലാം നിങ്ങളുടെ അഡ്രസ്സ്, കാര്യങ്ങൾ, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ അടുത്ത് ആക്ച്വലി അവസാനമാണ് ചോദിച്ചത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് അടിച്ച് വിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഓർത്തായിരുന്നു ഇത് ചെയ്ത് കാണിക്കണം, പക്ഷെ ഓൾറെഡി ഞാൻ ചെയ്തു പോയതുകൊണ്ട് എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നൈക്ക അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുള്ള് നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് സൈനപ്പ് ആകാം. സൈനപ്പ് ആയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ആപ്പ്, നൈക്കയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. സെയിം മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖല ഉണ്ടാവും, ഒരു എന്താ പറയുന്നത്, ഒരു ഏരിയ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓട്ടോ DM ഓട്ടോമേഷൻ അതൊക്കെ പോസിബിൾ ആക്കാം. ഓട്ടോ DM പോകുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ലിങ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ
ആപ്പ് ആൻഡ് വെബ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു നിൽക്കുക, ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം, എന്നാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിനകത്ത് ബ്രാൻഡഡ് കണ്ടന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, അതിനകത്ത് ഓക്കെ ആപ്പ് ആൻഡ് ഇൻസ്റ്റഗ്രാമിനകത്ത് നമ്മൾ എന്താ എനേബിൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ സെർച്ചിൽ പോകുന്ന സമയത്ത് ആപ്പ് വെബ്സൈറ്റ് പെർമിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിനകത്ത് പോയിട്ട് നമുക്ക് ബ്രൗസർ സെറ്റിംഗ് അല്ലെങ്കിൽ മെസ്സേജ് ലിങ്ക്, ആപ്പ് ആൻഡ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിനകത്ത് ആപ്പ് ആൻഡ് വെബ്സൈറ്റിനകത്തായിരിക്കും നമ്മൾ ഏത് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിന്റെ സൈനപ്പ് ആണോ അതിലാണോ ലോഗിൻ ചെയ്തേക്കുന്നത് അതിന്റെ ഐഡി കാണിക്കും. എനിക്കിപ്പോ നൈക്കയാണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് മീഷോ വേണമെങ്കിൽ മീഷോ, നൈക്ക വേണമെങ്കിൽ നൈക്ക ചെയ്യാം. അത് ഓട്ടോമേഷൻ വെച്ചിട്ട്, അതായത് ശരിക്കും നമ്മുടെ ഈ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒന്നും ഓട്ടോമേഷൻ ഇല്ല. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ലിങ്ക് ഒന്നും അയക്കാൻ പറ്റത്തില്ല, നമ്മൾ മാനുവലി തന്നെ അയക്കണം. അതിനും അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ഉണ്ട്, പക്ഷെ ചെറിയ രീതിക്ക് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം കേട്ടോ. ചെറിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും കിട്ടിയാൽ നമുക്ക് നല്ലതല്ലേ, ആ രീതിക്കും വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോ ഈ നൈക്ക ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അപ് ടു 29% നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുമെന്നാ പറയുന്നത്. ചിലപ്പോൾ അത്രയും കിട്ടണം എന്നില്ല. മീഷോ ആണെന്നുണ്ടെങ്കിലും അപ് ടു 29% എന്നാണ് പറയുന്നത്. അതും നിങ്ങൾ ചിലപ്പം 0.05 ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അത് ഡിപ്പെൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചിലപ്പോൾ ഒരു 10,000 രൂപയുടെ സാധനം മേടിച്ചാലും നിങ്ങൾക്ക് ഒരു 200-300 രൂപയെ കിട്ടത്തുള്ളൂ കമ്മീഷനായിട്ട്. അപ്പൊ നിങ്ങൾ അങ്ങ് ഡെസ്പ് ആകും. അങ്ങനെ ഡെസ്പ് ആവേണ്ട ആവശ്യമില്ല സത്യത്തിൽ. കാരണം കുറെ ആളുകളിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സെല് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ആൾക്കാരിലേക്ക് വ്യൂ പോവുകയും ഓട്ടോമാറ്റിക്കലി ഒത്തിരി ആൾക്കാർ ഇത് വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നല്ല രീതിക്ക് റീച്ച് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാനും കൂടെ പറ്റും. നിങ്ങൾ ചുമ്മാ വീഡിയോ ഇടുന്ന ഒരാളാണ്, ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു 500 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്ക് മീഷോയുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്തേക്ക് വരാം. മീഷോയിലും സെയിം തന്നെയാണ്. മീഷോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് സെയിം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഒരു OTP വരും. ആ OTP വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും മെയിൽ ID എല്ലാം കൊടുക്കുക. സെയിം നിങ്ങൾ മീഷോന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് സെയിം മൊബൈൽ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മീഷോയിൽ നമ്മൾ നോർമൽ മീഷോയുടെ ഒരു എന്താണ് ഹോം പേജ് വരുന്ന ഇങ്ങനെയാണ്. അതിന്റെ കൂട്ടത്തിൽ നമുക്കിത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടോ മീഷോ ക്രിയേറ്റർ ഹബ് എന്നും പറഞ്ഞിട്ട് ക്ലബ് എന്നും പറഞ്ഞിട്ട് കണ്ടോ ഇവിടെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി നോർമലി നമ്മുടെ മീഷോ ആപ്പിൽ ഇല്ലാത്ത ഒരു ഓപ്ഷൻ കൂടെ വരും. അവിടെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോ DM അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. സെലക്ട് പോസ്റ്റ് ഫോർ ഓട്ടോ DM എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാകും. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ റീൽസ് എല്ലാം അതിനകത്ത് കാണിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു റീൽ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വിഷ് ലിസ്റ്റിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഓർഡേഴ്സിൽ കിടക്കുന്ന സാധനവും നമുക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ക്ലിക്ക് ചെയ്യുക. ഇതിനെ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഡൺ കൊടുക്കുക. അത്രേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. പിന്നെ ചെയ്യേണ്ടത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും താങ്ക് യു ഫോർ DM അല്ലെങ്കിൽ ചെക്ക് യുവർ DM, ആ ഒരു രീതിയിൽ താങ്ക് യു ഫോർ ദ കമന്റ് ചെക്ക് യുവർ DM എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ ആ ഒരു മെസ്സേജ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കസ്റ്റമൈസ് ചെയ്യാം. എന്താണ് നമുക്ക് ഈ ലിങ്ക് എന്ന് ഇടുമ്പോൾ അവരോടത്ത് പറയേണ്ടതെന്നുള്ളത് നമുക്ക് വേണം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ ടൈപ്പ് ചെയ്ത് വിടാം. അതൊന്നും പ്രശ്നമല്ല. അതൊക്കെ ഇനിഷ്യലി തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ മീഷോയുടെ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മീഷോയിൽ നമ്മൾ വൺസ് ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൽ പിന്നെ നമുക്ക് വേറൊരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വൺസ് നിങ്ങൾക്ക് ഇപ്പൊ 2 ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് A എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ID മീഷോയുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി B ആണ് ലിങ്ക് ആയതെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? ആ നമ്പറിൽ ഒരെണ്ണേ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. എല്ലായിടത്തും ഒരേ നമ്പർ യൂസ് ചെയ്യുന്ന ഒറ്റ നമ്പറേ ഉള്ളൂ. പക്ഷെ 2 ഇൻസ്റ്റ ID ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് അത് ചെയ്ത് കളയരുത്. വളരെ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാതെ മീഷോയിൽ നമ്മൾ ഓട്ടോ DMന്റെ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ യൂസർ ID തന്നെ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ IDയിലേക്ക് ഇതിന് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നൈക്ക ആണെങ്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷെ നൈക്കയുടെ കേസിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഇപ്പോ ആപ്പ് ആൻഡ് വെബ് പെർമിഷന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചു തന്ന കാര്യം, അതിൽ പോയിട്ട് നമുക്ക് അൺലിങ്ക് ചെയ്യാൻ പറ്റും. മീഷോയുടെ അഫിലിയേറ്റഡ് മാർക്കറ്റിൽ നിന്ന് ഈ അക്കൗണ്ടിനെ അൺലിങ്ക് ചെയ്തിട്ട് എഗെയിൻ നമുക്ക് നമ്മുടെ മീഷോ ആപ്പിൽ അല്ലെങ്കിൽ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ലിങ്കിൽ കയറിയിട്ട്
നമുക്ക് എഗെയിൻ ഒരിക്കൽ കൂടെ നമ്മുടെ ഇൻസ്റ്റയുടെ യൂസർ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് നമ്മുടെ ഏത് അക്കൗണ്ട് ആണോ വേണ്ടത് അതിന് കറക്റ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ നിങ്ങൾ വീഡിയോ ഇടുന്നത് പോലെ ഇരിക്കും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു 10 പേര് നിങ്ങളോട് ലിങ്ക് ചോദിച്ചാൽ ഒരു 100 രൂപയുടെ സാധനമാണെന്ന് വിചാരിക്കുക. അപ്പോ അതിനൊരു 1% നിങ്ങൾക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാം 100 രൂപയുടെ 1% വെച്ചിട്ട് ആ ഒരു എമൗണ്ടേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ കിട്ടത്തുള്ളൂ. അതിൽ നിങ്ങൾ കൂടുതൽ ഭയങ്കര ആൾക്കാർ ഇത്രയും ആൾക്കാർ മേടിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് കിട്ടണം. ഇപ്പൊ ചില ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് സ്ഥിരമായിട്ട് എനിക്ക് മീഷോയിൽ ഞാൻ മീഷോ യൂസ് ചെയ്തിട്ട് എനിക്ക് ലാസ്റ്റത്തെ എന്റെ ഏർണിംഗ് 27,000 രൂപ 37,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ. മീഷോയിലൊക്കെ മൊത്തം 1 ലക്ഷം രൂപയെ നമുക്ക് ഈ പറഞ്ഞ ക്രിയേറ്റർ പ്രോഗ്രാമിൽ കൂടെ ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എന്നാണ് അത് പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അത്രയും ആൾക്കാർ നമ്പർ ഓഫ് ആൾക്കാർ വാങ്ങിച്ചാലായിരിക്കും ചിലപ്പോൾ അത്രയും ഒരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊക്കെ വന്ന് പറയുന്ന ആൾക്കാരുടെ അത്രയും വലിയ തള്ളിലേക്കൊന്നും കേട്ട് അങ്ങനെയൊന്നും പോകണ്ട. വളരെ ബേസിക് ആയിട്ട് ചിന്തിച്ചാൽ മതി. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതിൽ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏൺ ചെയ്യാം. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു 500 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾക്ക് കുറച്ചൊക്കെ സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങൾ മീഷോ എന്നൊക്കെ കണ്ടിന്യൂ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണ്. കാരണം വെറുതെ കാണിച്ചാൽ മതി ഏത് മീഷോ എന്ന് വാങ്ങിച്ചതാണ്, നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്ത് നല്ല സാധനമാണ് ഞാൻ ഇത്ര നാളായിട്ട് യൂസ് ചെയ്യുവാണ് ഇത്രയും പറഞ്ഞാൽ മതി. കാരണം ആൾക്കാർക്ക് പോയി ഇരുന്ന് സെർച്ച് ചെയ്ത് എനിക്ക് വേണ്ട സാധനം മറന്നും പോകും. കുറെ ആൾക്കാരെ എന്തൊക്കെയാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ മറന്നിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാണും, ചേട്ടാ ഇത് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ ലിങ്കിൽ നിന്ന് മേടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തൊന്നും ഒരു കമ്മീഷൻ കിട്ടും. നല്ല കാര്യമല്ലേ? അതുപോലെ തന്നെ മീഷോ നമുക്ക് നൈക്കയിൽ അങ്ങനെ ഇല്ല കേട്ടോ. മീഷോയിൽ നമ്മൾ ആദ്യമായിട്ട് ഈ ക്രിയേറ്റർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ 600 രൂപ അവർ നമുക്ക് മീഷോ അക്കൗണ്ടിൽ ആഡ് ചെയ്തു തരും. ഈ 600 രൂപയ്ക്ക് നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കാം. ഈ സാധനം വാങ്ങിച്ച് നമുക്ക് റിവ്യൂ ചെയ്യാം, അത് നമുക്ക് റിട്ടേൺ ചെയ്യാം, എഗെയിൻ നമുക്ക് സാധനം വാങ്ങിക്കാം 600 രൂപയിൽ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആദ്യം നമ്മുടെ അക്കൗണ്ടിൽ 600 രൂപയാണ് ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ രണ്ടാമത് വാങ്ങിക്കുന്ന സമയം നമുക്ക് ഉള്ളൊരു സാധനം റിട്ടേൺ ചെയ്തു, അതിന്റെ പൈസ കയറുമ്പോഴത്തേനും അത് 580 രൂപ, ഒരു 10-20 രൂപ അതിനകത്തൊന്ന് കുറയും. അപ്പൊ ആദ്യം 600 രൂപ ഉണ്ടെങ്കിൽ 600 രൂപയുടെ സാധനം നമുക്ക് വാങ്ങിക്കാമെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങിക്കുന്നത് ചിലപ്പോൾ ഒരു 580 ആ ഒരു റേഞ്ചിലായിരിക്കും. അപ്പോ അതങ്ങനെ അങ്ങനെ ഓരോ തവണ വരുമ്പോഴത്തേനും 20-30 ഒക്കെ ആയിട്ട് കുറഞ്ഞു വരും. എന്നാലും ഒരു 600 രൂപ നമുക്ക് ഇനിഷ്യലി ഒരു പോക്കറ്റ് മണി കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ ചെലവില്ലാണ്ട് നമുക്ക് ഒരു അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിലേക്ക് വരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് മാർക്കറ്റിംഗിന്റെ തലയൊക്കെ ഉള്ള ആൾക്കാരും കൂടെ ആണ്, അത്യാവശ്യം ഫോളോവേഴ്സ് കൊണ്ട് ഉപയോഗിക്കാതെ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇതിനെ കുറിച്ചിട്ട് എന്താ പറയേണ്ടത്? ഓട്ടോ DMന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത് ഓരോ റീൽ എടുത്തിട്ട് നിങ്ങൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് നമ്മളിപ്പോൾ ഓട്ടോ DM അയച്ചാലും മീഷോയിലൊന്നും നമുക്ക് ഈ ഓട്ടോ DM അയക്കുന്ന അല്ലാതെ ആ ലിങ്കിനെ കോപ്പി ചെയ്ത് വേറെ ഒക്കെ അയക്കാനൊന്നും പറ്റത്തില്ല. അപ്പോ ചില ആൾക്കാർ നമുക്ക് റീലൊക്കെ ഷെയർ ചെയ്ത് തന്നെ തരും. അപ്പൊ അവർക്ക് നമ്മൾ വെറുതെ തന്നെ ലിങ്ക് കൊടുക്കേണ്ടി വരും. അതിന് പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചേക്കാം. അല്ലാണ്ട് ഒരു പൈസ എന്നുള്ള രീതിയിൽ മാത്രം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കുറച്ചൊക്കെ ബാക്കി നമ്മൾ കുറച്ച് ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 50-50 വെക്കുക. കുറച്ച് മാർക്കറ്റിംഗ് നല്ലപോലെ ചെയ്യാം, കുറച്ച് ജെന്യൂൻ ആയിട്ട്. അതായത് ചിലപ്പോൾ അവരുടെ കൺസേൺ ഒക്കെ നമ്മളുടെ അടുത്ത് അവർ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ കൺസേൺ അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഇപ്പൊ എൻ്റെ അടുത്ത് ഞാൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എൻ്റെ അടുത്ത് ഒരു ഡൗട്ട് ചോദിച്ചാലും എനിക്കത് പറയാൻ പറ്റും, സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ അവർക്കൊരു വേറൊരു പ്രൊഡക്റ്റ് വേണ്ടെങ്കിൽ എനിക്കത് റെഫർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്തും ആവാം, എന്ത് സാധനം വേണം നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോ ഫുഡ് വെയർ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കിച്ചൺ ആക്സസറീസ് എടുക്കാം. ഇപ്പൊ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ട്രൈപോഡ് വേണം, റിംഗ് ലൈറ്റ് വേണം, അല്ലെ, നല്ലൊരു ഫോൺ വേണം. ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്ത് സാധനം വേണമെങ്കിലും നമുക്കിപ്പോൾ ഓൺലൈനിൽ കിട്ടുന്ന എന്ത് സാധനവും ആൾക്കാർക്ക് നിങ്ങളുടെ വീഡിയോ വഴി അത് കൊള്ളാം എന്നൊരു സാധനം ഉണ്ടായാൽ മതി. ഓട്ടോമാറ്റിക്കലി ആൾക്കാർ നിങ്ങളുടെ അടുത്ത് ലിങ്ക് ചോദിക്കും. നിങ്ങളുടെ അടുത്ത് ഇത് എങ്ങനെയാണ്, ഇതിന്റെ ലിങ്ക് തരാവോ? അവരതിൽ നിന്ന് മേടിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു പാർട്ട് ഒരു ഷെയർ കിട്ടും. അപ്പോ ഇതാണ്, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വിശദീകരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്ന ആളുകളായിരിക്കും കൂടുതൽ ഈ വീഡിയോ കാണുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയണമെന്ന് വിചാരിച്ചു. ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി കൂടുതൽ നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുവാണെങ്കിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ കുറച്ചും കൂടെ സെറ്റ് ആയിട്ട് നമുക്ക് ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്ത് പോവാം. ഡൗട്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോ വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.